ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്നൊരു ഹോം ടൂർ വീഡിയോ ആണ്. വേറെ ആരും വീഡിയോ എടുത്ത് തരാനൊന്നുമില്ല. അപ്പോൾ നമുക്കെന്നെ വീഡിയോ എടുക്കാത്ത എൻ്റെ ഉമ്മാൻ്റെ വീടാട്ടോ, എൻ്റെ ചെറിയ അമ്മേൻ്റെ വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ കുടിരിക്കലിൻ്റെ അന്ന് ഈ ഒരു വീടിൻ്റെ വീഡിയോ ഇട്ടീന്. അത് 2 വർഷങ്ങൾക്ക് മുമ്പിട്ടാണ്. ഇപ്പോൾ ഈ വീട്ടിൽ കുറച്ച് ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ വേറെ ആരും വീഡിയോ എടുത്ത് തരാനില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഉള്ളിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്, വേറെ ഒന്നുമല്ല. നിങ്ങൾ വല കെട്ടിയത് കണ്ടില്ലേ, അത് വേറെ ഒന്നുമില്ല. നല്ല നായ്ക്കളെ ശല്യമുണ്ട്. അപ്പോൾ പകലായാലും രാത്രി ആയാലും. അപ്പോൾ കുട്ടികളൊക്കെ മദ്രസ്കോ സ്കൂൾക്കൊക്കെ പോകണോണ്ട് തന്നെ ഒരു പുറത്തിറങ്ങുമ്പോൾ നായ്ക്കൾ ഫുള്ള് കിടക്കണോണ്ട് തന്നെ അമ്മായി, അതായത് എൻ്റെ അമ്മൂൻ്റെ പെണ്ണുങ്ങളെ നമ്മളെ നാട്ടിൽ അമ്മായി നാട്ടിൽ പറയാം. അപ്പോൾ ഒരു വല കെട്ടിയതാട്ടോ ഒന്നായിട്ട്. പിന്നെ വേറെ രസം കൂടി ഉണ്ടായി, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. പിന്നെ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഡൈനിങ് ഹാളാണ്. പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാം, ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇൻറ്റീരിയർ ചെയ്തപ്പോഴുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇതിൽ കാണിക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കില്ല. അപ്പോൾ ആദ്യം ഇവിടെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇവരിവിടെ ഇപ്പോൾ പുതുതായി മോഡൽ ഇറങ്ങിയൊരു ടേബിളും അതിനനുസരിച്ചുള്ള കസാലയും കൊടുത്തത്. പിന്നെ ഇതാണ് ഓരോ ഓഫീസ് റൂം എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ്. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, പണ്ടത്തെ കുറച്ച് മുന്നേ ഓഫീസ് റൂമൊക്കെ ഉണ്ടായിന്. പിന്നെ ഈ വീട്ടിൽ ഇനി കാണിക്കാൻ പോണ എല്ലാ ബൾബും പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അതായത് കാക്ക വർക്ക് ചെയ്യണ കുവൈത്തിൽ നിന്ന് കൊടുന്നാട്ടാ. അപ്പോൾ ആദ്യം ഇതിവിടെ ആദ്യം തന്നെ ഉണ്ടായിന്. അത് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ ചെയ്തത് എന്താ വെച്ചാൽ ഈ ഒരു ചുമരുമൽ ഇവരിങ്ങനെ ഒരു ഇൻറ്റീരിയർ ചെയ്തു. പിന്നെ ഒരു TV കൊടുത്തിരുന്നു. TV ആദ്യം തന്നെ ഉണ്ടായിന്. പിന്നെ നേരത്തെ കണ്ടില്ലേ സോഫ, അതിപ്പോൾ ഒരു മാറ്റിയതാട്ടോ. പഴയ സോഫ ഒരു വേറെ റൂമിൽ ഇട്ടിക്കണം. റൂം മീൻസ് ഞാൻ പറഞ്ഞല്ലോ ഓഫീസ് റൂമിന് അന്ന് ഈ വീട് എടുക്കുമ്പോൾ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഇപ്പോൾ ഓഫീസ് റൂമില്ലല്ലോ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ ഔട്ട്ലുക്ക്. പിന്നെ ഈ ഒരു സംഭവം അതാ ഈ സൈഡിൽ കൊടുത്ത ഈ ഒരു തടവ് പോലെ അതിപ്പോൾ ഇൻറ്റീരിയർ ചെയ്തപ്പോൾ കൊടുത്താണ്. അവിടെ കുറച്ച് റാക്കും കാര്യങ്ങളൊക്കെ കൊടുത്താണ്, കുട്ടികളെ ബുക്കും കാര്യങ്ങളും ഖുറാനും അങ്ങനത്തെ സംഭവമൊക്കെ വെക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സ് അവിടെ വെച്ചിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ഒരു ലുക്ക്. ഇനി നമുക്ക് ആദ്യം പിന്നെ ഇവിടെ കുറച്ച് ഈ ചുമരുമുള്ള ഈ സംഭവങ്ങളൊക്കെ ഇൻറ്റീരിയർ ചെയ്തതാണ്. പിന്നെ ആ കാണുന്ന ഒരു ഫ്രെയിമില്ലേ, അത് കാക്കാക്ക് വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് കിട്ടിയതാണ്. പിന്നെ ഇതൊക്കെ ഇവരെ മക്കൾക്ക് കിട്ടിയതാട്ടോ. പിന്നെ ചെറിയൊരു കുഞ്ഞ് ക്യാമറ ഉണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ അവർ പുതുതായി മേടിച്ചിട്ടുള്ള ടേബിളും കസാലയും. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ള ഡോറാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ശരിക്ക് ആദ്യം ഒരു ഡോറ് ഇല്ലേനി, ഇപ്പോൾ ഒരു ഡോറ് കൊടുത്തിരിക്കണേ. അത് മറ്റേ റൂമിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഡോറാണ്. ആരെങ്കിലും പെട്ടെന്നൊക്കെ വരുമ്പോൾ ഇതിൽ കൂടി വരാമെന്നുള്ള ഇതിലാണ് റൂം ചെയ്തത്. പക്ഷേ ആ ഡോറ് അവിടെ ഉള്ള അറിയാനും പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് അവിടെ ചെയ്തത്. ശരിക്കും പെട്ടെന്ന് കാണുമ്പോൾ അവിടെ ഡോറുണ്ട് തോന്നില്ലല്ലോ. പിന്നെ ഇതാണ് ഡൈനിങ് ഹാളിൽ നമ്മളൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്റൂമൊക്കെ പണ്ടത്തെ പോലെ തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല. നമ്മൾ യൂറോപ്യൻ അല്ല കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരുന്നത്, സാധാ ബാത്റൂമാണ്. അപ്പോൾ പിന്നെ അത് ഞാൻ നേരത്തെ കാണിക്കാത്തത് ഒക്കെ കഴിഞ്ഞ വീഡിയോ കാണിച്ചു. പിന്നെ ഇത് ആദ്യം ഒരു ബെഡ്റൂമിന്. പിന്നെ അത് ഇപ്പോൾ ഞാൻ പറയല്ലോ, ഇതായിരുന്നു ഓരോ പഴയ സോഫ. അത് ഇങ്ങോട്ടിട്ട് വേറെ ഒന്നുമില്ല. ആ സോഫക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവർ വീട് റീമേക്ക് ചെയ്തപ്പോൾ എല്ലാ സംഭവങ്ങളും മാറ്റില്ല. അപ്പോൾ സോഫയും മാറ്റി. പിന്നെ ഇവിടെ കുറേ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതൊക്കെ സാധാ ചുമരേനി, പിന്നെ മേലെ റേക്കുവിനി. അപ്പോൾ അങ്ങനെ ഇവിടെ കുറേ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്താണ്. ഇതൊക്കെ കാക്ക പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ആ ഡോറാണ് ഇവിടെ. പക്ഷേ അവിടുന്ന് കണ്ടാൽ അവിടെ ഒരു ഡോറുള്ള പോലെ തോന്നില്ല. പക്ഷെ ഇവിടുന്ന് നമുക്ക് പെട്ടെന്നൊക്കെ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ റൂമിൽ നിന്ന് തന്നെ തുറന്നു പോവാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ വീട്, പിന്നെ ബൾബിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ അതൊക്കെ ഇമ്പോർട്ട് ചെയ്താണ്. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് ഇനി ഞാൻ എടുത്ത് പറയണില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീട് പണി തുടങ്ങുമ്പോൾ അത് നേരത്തെ കണ്ട ആ റൂം ഓഫീസ് റൂമേനി. പിന്നെ വീടെടുത്ത് വന്നപ്പോൾ ഓഫീസ് റൂമിൻ്റെ ആ ഒരു ട്രെൻഡ് പോയി. അപ്പോൾ അത് സാധാ ബെഡ്റൂമായി. പിന്നെ ഒരു ഇൻറ്റീരിയർ ചെയ്തപ്പോൾ അത് വീണ്ടും ഒരു സാധാ ഗസ്റ്റ് റൂമാക്കി മാറ്റി. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെയ്ത എന്താ വെച്ചാൽ ഈ ഒരു അൾമാറ കൊടുത്തു. പിന്നെ മേലെ കുറച്ച് ഇൻറ്റീരിയർ ചെയ്തു. ഈ ഒരു അൾമാറൊക്കെ ഇപ്പോൾ ചെയ്യിപ്പിച്ചതാട്ടോ. പിന്നെ എല്ലാ റൂമിലും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ മേലെ കുറച്ച് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഭയങ്കര അടച്ചുറപ്പിൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊന്നും അടുക്കി വലിച്ച് വാരിടാതെ എല്ലതും നല്ല കറക്റ്റിൽ എടുത്ത് വെക്കാം. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. ഇതൊക്കെ ഈ മേലെ കാണിച്ച ബൾബ് ഇൻറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തതാണ് കേട്ടോ, വേറെ ഒന്നും. പിന്നെ ഈ മേലെ നമുക്ക്
2 ബെഡ്റൂമാണുള്ളത്. ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ ഇവർ സാധനങ്ങളൊക്കെ അതിൽ ചിക്കിയിട്ട് കേട്ടോ. അതാ ഞാൻ ഈ റൂമിലും അൾമാരയും കാര്യങ്ങളും കൊടുത്തു, അതേപോലെ കബോർഡ് കൊടുത്തു. ഈ ഒരു കളർ തീം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതായത് വൈറ്റും പിന്നെ ഈ ഒരു മരത്തിൻ്റെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടം ഇവരിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ആ ബൾബുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി പിന്നെ ഇവിടെ അങ്ങനെ ആരും ഉപയോഗിച്ചില്ല, കാരണം ഇപ്പം അമ്മായും കുട്ടികളും മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ മുകളിലൊന്നും ആരും കെടുക്കല്ല കേട്ടോ. പിന്നെ പുറത്തിൽ അവിടെ പൂട്ടിയിട്ട് കാണേ, അത് ഞാൻ കാണിക്കില്ല, അവിടെ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ ആ വീഡിയോയിൽ കണ്ടവർക്കറിയാം. അവിടെ കാണാത്തവരുണ്ട്, പോയി കണ്ടാൽ മതി. അവിടെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് സിറ്റ് ഔട്ട് മാത്രമാണ്. പിന്നെ ആരും ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് തന്നെ അത് ലോക്ക് ചെയ്ത് ഇട്ട് കാണും കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മേലത്തെ ഡൈനിങ് ഹാള്. ഇവിടെ ഇങ്ങനത്തെ കുറച്ച് സംഭവം ചുമരുമലാണ് കൂടുതൽ കാര്യങ്ങൾ. അതേപോലെ മുകളിലുള്ള ഭാഗത്തും പോർഷനിലും നല്ല വർക്ക് ഇന്ത്യയിൽ ചെയ്തതാണ്. ഇവിടെ എല്ലാം കബോർഡ്, ഇതൊക്കെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു സെറ്റപ്പ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ആൾ കുറവായതുകൊണ്ട് ഇവർ മുകളിൽ അങ്ങനെ യൂസ് ചെയ്യില്ല കേട്ടോ. കുറേ കബോർഡുകൾ കൊടുത്തതാണ്, ഒന്നും ഒഴിച്ചിട്ടിട്ടില്ല. പിന്നെ എന്താണ് പുറത്തേക്ക് കാണിച്ചു തരാൻ വേറെ ഒന്നുമല്ല, അത് സാധാ സിറ്റ് ഔട്ട് തന്നെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവർ കമ്പി ചെയ്തിരുന്നുള്ളൂ, അതായത് നമ്മൾ പറയല്ലോ ഗിൽസ് വെക്കാന്നൊക്കെ പറയില്ല, അതേപോലെ ചെയ്തതാണ്. പിന്നെ ടൈലറിങ് മെഷീൻ അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ ഇത് ഡൈനിങ് ഹാളിൽ കോമൺ ആയി കൊടുത്ത ബാത്റൂമാണ്. ഇതൊന്നും അന്ന് പണി കഴിഞ്ഞിട്ടില്ലേന് കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുള്ളതിന്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ വർക്കും കാര്യം. മേലെ പിന്നെ യൂറോപ്യൻ ആട്ടോ കൊടുത്തിരിക്കുന്നത് എല്ലാ റൂമിലും. അടിയിൽ പിന്നെ ഇന്ത്യൻ കക്കൂസാണ്. പിന്നെ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ബെഡ്റൂം. ഇവിടെയും ആരും യൂസ് ചെയ്യില്ല, ആരെങ്കിലുമൊക്കെ വിരുന്നേരൊക്കെ വന്നാൽ ഞങ്ങളൊക്കെ അമ്മാൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഇവിടെ ആയിട്ട് കിടക്കൽ. ഇവിടെയും ഒരു കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞില്ല എല്ലാ റൂമിലും കൊടുത്ത പോലെ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ എന്താ പറയുക കിട്ടുന്നില്ല ഗൈസ്, അപ്പോൾ അതും കൊടുത്തിരിക്കണം കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം ഇപ്പോൾ എല്ലാ റൂമിലും വരുന്നതാണ്, നമുക്കൊരു കണ്ണാടി എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ അത് കൊടുത്തിരിക്കണേ. പിന്നെ എല്ലാ ബെഡ്റൂമിലുള്ള പോലെ തന്നെ മുകളിൽ കബോർഡും പിന്നെ ബൾബൊക്കെ എന്താ പറയുക നല്ല രസമുള്ള ബൾബ് ക്വാളിറ്റി. അപ്പോൾ നിങ്ങളൊക്കെ വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊക്കെ പുറത്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പുറത്തുനിന്ന് തന്നെ ഇമ്പോർട്ട് ചെയ്താൽ മതി. പാർസൽ അയച്ചാൽ നല്ല സാധനം കിട്ടും ചെയ്യും, നല്ല ക്വാളിറ്റി ആയിക്കാറ് കേട്ടോ. പിന്നെ ഇവിടെ ഇതാണ് റൂമിൻ്റെ ബാത്റൂമിൽ ഒരു മിറർ കൊടുത്തതാണ് കേട്ടോ. ഇപ്പോൾ അധികം വീടുണ്ടാക്കണം ഒരു മിറർ എന്തായാലും കൊടുക്കണ്ടേ, മിറർ വേണം. അത് ബാത്റൂമിലായാലും റൂമിലായാലും അത് ഒന്ന് ഉണ്ടാവണത് അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഇവിടെ വൈറ്റ് കളറുള്ള ഒരു വാതിലാണ് കൊടുത്തിരുന്നത്. ഈ റൂമിൻ്റെ ബാത്റൂമിന് ആദ്യം വാതിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് പണിയെടുത്ത് കഴിച്ചിട്ടുള്ളൂ. ഇനി ഇപ്പോഴാണ് ഒരു ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇപ്പം ഇൻറ്റീരിയൽ ചെയ്തിട്ട് തന്നെ 6 മാസത്തോളമായിട്ടാണ്. ഞാൻ അങ്ങനെ വരാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. ഇനി എനിക്ക് എൻ്റെ അമ്മക്ക് 2 ആങ്ങളാരാണ്, അതായത് 2 അമ്മമാരുള്ളത്. അപ്പോൾ ഓരോ വീട് ഞാൻ കാണിച്ചു, ഇതാണ് ഒരു അമ്മോൻ്റെ വീട്. ഇനി ഒരു അമ്മോൻ്റെ ഞാൻ പിന്നെ ഒരിക്കൽ കാണിച്ചു തരണ്ട കേട്ടോ. അപ്പോൾ പിന്നെ ഇതാണ് ഫസ്റ്റ് കിച്ചൺ. നമുക്ക് 2 കിച്ചണാണുള്ളത്. ഫസ്റ്റ് കിച്ചണല്ല സെക്കൻഡ് കിച്ചൺ എന്ന് പറയും. ഇവിടെ ഒരു ടേബിളും കസാലയും ഇതൊക്കെ ആദ്യമുള്ളതാണ്. ഇവിടെ ഈ വാളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇൻറ്റീരിയർ ചെയ്തു, അതേപോലെ ബൾബും കാര്യങ്ങളും കൊടുത്തു, കുറച്ച് കബോർഡ് കൊടുത്തു. ഇതൊക്കെ ഈ ഫ്രിഡ്ജ് ഇതൊക്കെ നമുക്ക് മെയിൻ അടുക്കളയ്ക്ക് കിടക്കുക. ഇതാണ് മെയിൻ അടുക്കള. ഇവിടെയും ഇതൊക്കെ ആദ്യമേ ചെയ്താട്ടോ. ഈ കബോർഡ് ഇതിൽ കാണുന്ന കബോർഡ്സും കാര്യങ്ങളൊക്കെ ആദ്യമേ ചെയ്ത് വീട് പണിയുമ്പോൾ തന്നെ ചെയ്താണ്. പിന്നെ ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലവും ഈ ഒരു ഭാഗമാട്ടെ. ഇവിടെ വന്നാണ് ഞങ്ങൾ ഇരിക്കലൊക്കെ കണ്ടോ. പിന്നെ ഈ ഇരിക്കാനുള്ള ഈ ഒരു സംഭവം ശരിക്കും വരെ സിറ്റ് ഔട്ട് ഉള്ളതിന് വീട് റിനോവേറ്റ് ചെയ്തപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്തുന്നുള്ളൂ. പിന്നെ ഈ ഒരു കബോർഡ് ഇപ്പോൾ കണ്ടില്ലേ, അത് ആദ്യം അതിപ്പോൾ ഉണ്ടാക്കിയതാണ്. അതേപോലെ ഈ ഒരു കബോർഡും ഇപ്പോൾ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനെങ്കിൽ എനിക്ക് വല്ലതും അറിയില്ല. പിന്നെ ഇവിടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ആദ്യം ഒരു ഗിൽസിൻ്റെ വാതിലേനി, നമ്മൾ കണ്ടല്ലോ ഇരുമ്പിൻ്റെ ഒരു വാതിൽ കൊടുത്തേനി പുറത്ത്, അതന്നെ ഉള്ളേനി. പക്ഷേ അത് പുറത്തുനിന്ന് കാര്യം വന്നാൽ ഉള്ളിലൊക്കെ കാണില്ല. അപ്പോൾ അതാണ് നമ്മൾ വേറൊരു വാതിലും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ വീട്ടിലുള്ള പോലെ നമ്മൾ ഒരു ഫ്രെയിമായി കണ്ട് എഴുതിയൊരു ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ്. എനിക്ക് ഈ വീടിനെ പറ്റിയൊന്നും പറയാൻ അധികം അറിയില്ല. പിന്നെ എന്തിനാ ഹോം ടൂർ ചെയ്തെന്നൊക്കെ വിചാരിച്ചു. ഞാൻ കുറേ കാലം എടുക്കണം എന്ന് വിചാരിച്ചിന്. പിന്നെ ഇതാണ് ബാക്കിലത്തെ മുറ്റം. ബാക്കിൽ മുറ്റം കുറവാട്ടോ, കാരണം നമ്മളൊരു പ്ലോട്ട് പറഞ്ഞത് കയറി നിൽക്കുന്ന സ്ഥലമാണ്. മനസ്സിലായി അവിടെ നേരത്തെ ഒരു വീട് കാണിച്ചു തന്നില്ല, അത് അടിയിലല്ലേ. അതേപോലെ നമ്മൾ കയറി നിൽക്കുന്ന സ്ഥലമുണ്ട്. ബാക്കിക്ക് നമുക്ക് സ്ഥലമില്ല. ആ കാണുന്ന വീട് ഇതാണ് നമ്മളെ തറവാട് വീട്. അവിടെ നിന്നാണ് പിന്നെ ഈ ഒരു വീട് എടുത്തത്. പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഞാൻ പറയല്ലേ എൻ്റെ വലിയ അമ്മേൻ്റെ വീടാണ്. അത് ശരിക്കും ഞാൻ അതിൻ്റെ ഹോം ടൂർ എടുക്കണം എന്നാണെന്ന് വിചാരിച്ചത്.
പക്ഷെ എന്താ പറയുക, പിന്നെ ഞാൻ വിചാരിച്ച് എടുക്കണ്ടെന്ന്. പിന്നെ ഞാൻ അവസാനം വെച്ച് അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ വീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ വീടിൻ്റെ ഒരു വട്ടം ചെയ്താണ്, പിന്നെ ഇൻറ്റീരിയർ ചെയ്ത് കാണിച്ചു തന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് അവരുടെ മുൻഭാഗം പിന്നെ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അവിടെ ഒരു കാർ പോർച്ച് ഉണ്ട് ചെറുതായിട്ട്. മുൻഭാഗത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട്. ആ കാർ പോർച്ച് ഉപയോഗിക്കണില്ല, കാരണം കാക്ക ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ കാർ നമ്മൾ യൂസ് ചെയ്യലില്ല. അപ്പോൾ കാക്ക ഉണ്ടാകുമ്പോഴാണ് ഈ പോർച്ചിൽ നിർത്തൽ. ഇതാണ് ഞാൻ പറഞ്ഞൊരു രസകരമായിട്ടുള്ള കാഴ്ച. മുഴുമ്പടി വെതറിട്ടിക്കണം കേട്ടോ, നായി വരേണ്ട വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡിയയാണ്. അപ്പോൾ എന്താണ്, പക്ഷേ ഇവിടുത്തെ നായ്ക്കൊക്കെ ഒരു കൂസലും ഇല്ല കേട്ടോ. ഒരു 4 വന്ന് കെടുക്കുമെന്നാണ് അമ്മായി പറഞ്ഞത്. പിന്നെ അപ്പോൾ അതാണ് ഞങ്ങൾ തറവാട് വീട്. സത്യം പറഞ്ഞാൽ കുറേ നഷ്ടമുണ്ട്. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നല്ല കേട്ടോ, എൻ്റെ ഉമ്മാൻ്റെ മൂത്ത കാക്കക്ക് ഒരു മോനുണ്ട്. ഓന് ഞാൻ 1 വയസ്സിന് ഡിഫറൻ്റ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കളിച്ചിലൊക്കെ കേട്ടോ. പണ്ട് അന്ന് അത്ര കുട്ടികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കളിച്ചാൻ വേണ്ടി കെട്ടിയൊരു ഏറുമാടാട്ടത്. അന്ന് അടിയിലൊന്നും അങ്ങനെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടും പിന്നെ ഇതൊരു കാട് മാറ്റ ഏരിയ കേട്ടോ. ഞങ്ങൾ മരത്തിൻ്റെ മേലെ ഉണ്ട്, നല്ല രസം. ഓനക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ക്രിയേറ്റിവിറ്റി കേട്ടോ. പോണ്ടാക്കി ഇനി ഞങ്ങൾ മനോൾക്കൊക്കെ നിൽക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഇതിൽ കയറി കിടക്കും, ഫുഡൊക്കെ കഴിക്കും. ഇടയ്ക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുത്താണ്ട് ഇതിനുള്ളൂ. പിന്നെ ഞങ്ങൾക്കുള്ള മെയിൻ പരിപാടി ഇനി സ്റ്റോർ റൂമിൽ നിന്ന് പലഹാരമൊക്കെ കെട്ടെടുത്ത് കൊടുത്താണ്ട് ഇവിടെ വന്നാണ്ട് കഴിക്കൂട്ടോ. അപ്പം അമ്മ കാണൂലല്ലോ. പിന്നെ ഇതാണ് ഞങ്ങളെ ചക്കമല. ഇത് കാണിക്കാൻ ഒരു കാരണമുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ, അതായത് ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇവിടെ വന്നാണ്ട് ചക്ക മേടിച്ചുകൊണ്ടേനി കേട്ടോ. അത്രയ്ക്ക് ചക്ക ഉണ്ടേനി. മാത്രമല്ല ചിലതൊക്കെ നമ്മൾ പൈസക്ക് വരെ കൊടുത്തു. ആൾക്കാർ നമ്മൾ പൈസക്ക് വിചാരിച്ചല്ല, പക്ഷേ ആൾക്കാർ നമുക്ക് പൈസ ഒക്കെ തരും കേട്ടോ. അങ്ങനെ അത്രയ്ക്ക് ചക്ക ഉണ്ടേനി. ഇപ്പോൾ കുറച്ച് കുറവാണ്, കാരണം വല്യപ്പോൾ വയ്യാതായി കിടക്കണം. അപ്പോൾ അങ്ങനെ ആരും നോക്കാനൊന്നുമില്ല. പിന്നെ വല്യമ്മക്കും അധികം വയ്യ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഹോം ടൂർ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പോൾ എൻ്റെ തറവാട് വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യണമെന്ന് വിചാരിച്ചിന്, പക്ഷെ അത് പറ്റിയില്ല കേട്ടോ. അവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് കണ്ണ് കുത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. കയ്യിൽ തിരുമ്പിയ ഡ്രസ്സുണ്ട്, അപ്പോൾ കൂടുതൽ ആക്ഷൻ കാട്ടാൻ വയ്യ. പിന്നെ ഇവിടെ എനിക്ക് ഓലയാണ് ഗൈസ്, ഇപ്പോൾ തലയ്ക്ക് വെക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. ഞങ്ങൾ മൈലാഞ്ചിമാരാട്ടാ. പണ്ട് ഞങ്ങൾ ഇതിമെന്നാണ് മൈലാഞ്ചിക്ക് എടുക്കൽ. വിരലുമടാൻ നിറച്ചിടേനി. എൻ്റെ വല്യമ്മ മൈലാഞ്ചി ഇടൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, മൈലാഞ്ചി അരച്ചാണ്ട് പാത്രത്തിലൊക്കെ ഒന്നിട്ട് അതിൽ കൈ മുക്കിയൊക്കെ ഇല്ലേ കേട്ടോ. വേണ്ട, അതാണ് കാക്കാൻ്റെ വീട്. ഇതാണ് ചെറിയ കാക്കാൻ്റെ വീട്, അതായത് ചെറിയ അമ്മൂൻ്റെ വീട്. ഇത് വലിയ അമ്മൂൻ്റെ വീട്. അത് ഞാൻ പിന്നെ ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയമില്ല. പിന്നെ ഇത് ഞങ്ങൾ തറവാട് വീട്. ഇതിൻ്റെ പകുതി ഭാഗം പൊളിച്ചുകൊണ്ടാണ് അതെടുത്തത്. ഇത് പിന്നെ ഗസ്റ്റ് ഹൗസ് മാതിരിയാണ്. അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തന്നെ കേട്ടോ. ഇതിൻ്റെയൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടിരിക്കണം, കാണാത്തന്നെ പോയി കണ്ടോളൂ. ഇനി ഒരു വിശദമായിട്ട് വീഡിയോ ഇടും. സത്യം പറഞ്ഞാൽ മിസ്സേനെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാണ്ട് ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരുന്നാണ്ട് കേട്ടോ സംസാരിക്കലൊക്കെ. ചാക്ക വെച്ചാൽ അതൊക്കെ ഇപ്പോൾ പറ്റ പൊളിഞ്ഞായി. പിന്നെ ഇത് ഇനി അടുക്കള മീൻസ് അന്നൊക്കെ പുറത്തിയിലാണല്ലോ അടുക്കള. അങ്ങനെ അടുപ്പൊക്കെ ഉണ്ട്. ഇനി ഇപ്പോൾ അത് ഫുള്ള് പായ സാധനങ്ങളൊക്കെ വെക്കണതായി. ഇവിടെ ആയിട്ട് ഞങ്ങൾ കളിച്ചാൽ ഈ മരത്തുമ്മലൊക്കെ കയറി. ഈ മരത്തിൽ പോകണല്ല. എന്തായാലും ഇവിടുന്ന് വേഗം പോവുക. നല്ല നായ്ക്കൾ കുറക്കുന്നുണ്ട് ഇവിടെ, നല്ല നായ്ക്കളെ ശല്യമുണ്ട്. അപ്പോൾ ഇതാണ് മൈലാഞ്ചി മരം. നല്ല ചോക്കൂട്ടാവും ഈ മരം. നമുക്ക് ഞാണ്ട് പോകാം. എനിക്ക് തിരുമ്പിയതൊക്കെ ചിക്കാണ്ട് നമുക്കാണ്ട് പോകാം. അപ്പോൾ ബൈ ഗൈസ്. ബൈ ബൈ. ഇനി ഞങ്ങൾക്കൊരു വീട് കാണിച്ചാൽ, ഇത് ഞാൻ നേരത്തെ കാണിച്ച വീടിൻ്റെ ബാക്കിലുള്ള വീട് കേട്ടോ. ഇത് നോക്കുകയാണെങ്കിൽ ഇത്രയധികം ചെടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഞാൻ കുറേ കാലം വീട് മുഴുവൻ ചെടി, എന്ത് തണുപ്പാണെന്ന് അറിയോ. അങ്ങനെയല്ല, നല്ല ഉള്ളിലൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. എല്ലാവരും പറയും പാമ്പൊക്കെ കയറില്ല, പക്ഷെ അവർക്ക് അതൊന്നും പ്രശ്നമില്ല. മുറ്റത്തൊക്കെ നല്ല ചെടി ഉണ്ടേനി. ഇപ്പോൾ കുറേയൊക്കെ അവിടുത്തെ ഉമ്മാക്ക് വയ്യാതായി പോയി ഒഴിവാക്കിയത്. ചെടിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ ബൈ.